മരുകൊള്ളൂ ഇല്ലേ ആഞ്ഞു വലിക്കട്ടെ ആ വലിച്ചോ കാലുമ കടിക്കിട്ടിട്ട് ചേട്ടാ ഞാൻ ഈ വേഷമുള്ള കാരണം കുറവ് ദാദാ ഷായന്റെ അടുത്ത് കിടക്കുന്ന ആള് ഒരു കൊള്ളി ഇവിടെ ഇറക്കി വെച്ച് കൊടുക്ക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ. അപ്പോൾ അമ്മ ശരിക്കും പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസമായിട്ട് അമ്മയ്ക്ക് വയ്യാണ്ടായത്. അന്ന് അമ്മ ശരിക്കും പേടിപ്പിച്ചു. അമ്മേനെ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ പ്രഷർ കൂടിയിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് വന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പ്രഷർ 2 വട്ടമൊക്കെ മരുന്ന് കൊടുത്തിട്ടും പ്രഷർ കുറയാണ്ടായപ്പോൾ നമ്മളോട് പറഞ്ഞ് ICU കയറ്റുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും അമ്മയ്ക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ ഇരുന്നു. പക്ഷേ ഡോക്ടർമാരും നേഴ്സുമാരും ഒരു പൊടിക്ക് സമ്മതിച്ചില്ല, പ്രഷർ കുറയാണ്ട് നമ്മൾ വിടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അങ്ങനെ കഴിഞ്ഞപ്പോൾ കുറച്ചൊരു കുറവായി. അങ്ങനെ ശരിക്കും തിങ്കളാഴ്ച ദിവസം ഞങ്ങൾ ശരിക്കും പേടിച്ചൊരു ദിവസമായിരുന്നു. ഇപ്പോൾ അമ്മ ഹാപ്പി ആയിട്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി 5 ദിവസം കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ദയാലാട്ടോ നമ്മൾ അമ്മേനെ കാണിച്ചത്. ഇപ്പം അമ്മ ഓക്കെ കേട്ടോ, കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചൊവ്വാഴ്ച വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ. അല്ല അമ്മ, ഇപ്പം അമ്മ ഹാപ്പി ആയിട്ട് അമ്മയുടെ മുഖത്തൊരു സന്തോഷം കണ്ട. അമ്മയ്ക്ക് അന്ന് സന്തോഷത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ലേ, പക്ഷെ അമ്മയ്ക്ക് എന്താ പറയുക പ്രഷർ കൂടി നിൽക്കണു, കുറയണമില്ല. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വയ്ക്കുക. നമുക്ക് കോഴിക്കുള്ള തവിട് മേടിച്ചിട്ട് ഷായിട്ട് അറിയത്താണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. കാരണം സ്കൂട്ടറുമേയാണ് കൊണ്ടുവരിക, അപ്പോൾ അവിടെ ഇറക്കിയിട്ടു. മറ്റേത് നമുക്ക് സ്കൂട്ടറും കൂടെ അപ്പുറത്തോടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ കോഴിക്കോട് അവിടേക്ക് എത്തിക്കാം. അപ്പോൾ ഇടാൻ സുഖമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അകത്തോടെ കൊണ്ട് പോകണം, ഇവിടുന്ന് ചാക്കോട്ട് കോരിയിട്ട്. പിന്നെ അത് നമ്മുടെ അല്ലൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ലു വൃത്തിയാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അല്ലു അകത്താണല്ലോ കൂടുതലും. പേളിക്കുട്ടി നമ്മുടെ സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങോട്ട് വാ. പേളിക്കുട്ടി കൂടെ കിടന്ന് ഉറങ്ങായിരുന്നു. ഇതേ അംബ്രൂസും ടൈസറും ഒരു പുതപ്പിൻ്റെ കല്ലിൽ കിടന്ന് ഉറങ്ങണ്. പേളിക്കുട്ടി ഇവിടെ കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. നമ്മുടെ സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ എവിടേക്കോ പോവാന്ന് നമുക്ക് മനസ്സിലായി. അവിടെ അപ്പോഴേക്കും കയറി ഇങ്ങോട്ട് പോന്നു. അല്ല പേളിക്കുട്ടി എങ്ങോട്ടും പോണില്ല കേട്ടാ, ഇവിടെ തന്നെയാണ്. വണ്ടി വന്ന് നിന്നപ്പോഴേ നമ്മുടെ അംബ്രൂസ് വേഗം എണീറ്റ് പോയിട്ടോ അവൻ. എന്നിട്ട് പിന്നെ വണ്ടി ഇവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും ഇവിടെ വന്ന് കിടന്നു. വലിയ ശല്യമൊന്നും ഇല്ല കേട്ടോ, അവരിങ്ങനെ ഒതുങ്ങി കിടന്നോളൂ. പക്ഷെ ഇപ്പോൾ പേലിക്കുട്ടിയാണ് വലിയ ദാദാട്ട വീട്ടിലത്തെ. അംബ്രൂസും ടൈസനൊക്കെ മുന്നത്തെ ആളാണെങ്കിൽ ഇപ്പോൾ അവളാണ് ഇവിടുത്തെ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള പോലെയാണ്. ഇത് നമ്മുടെ കോഴികൾക്ക് എടുക്കണ ചോളം തവിട് എന്ന് പറയുന്നതാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ അകത്തോടെ കൊണ്ടുപോകണതിൻ്റെ കാരണം എന്നിട്ടാണെങ്കിലേ, നമ്മൾ പുറത്തേക്ക് കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ നടക്കാൻ സമ്മതിക്കില്ലേ, ഈ ബക്കറ്റ് പിടിച്ച് മേടിച്ചിട്ടും ഒക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അകത്തോടെ കൊണ്ടുപോകണത്. ഒരു 4 പ്രാവശ്യമൊക്കെ ആയിട്ട് പോയാൽ മതിയാവും കേട്ടോ, അതോടുകൂടി കഴിയും. ഇനിയിപ്പോൾ ഞാൻ ബക്കറ്റ് എടുത്തില്ലേ, കാരണം ഇതിപ്പോൾ ചാക്കിൽ കുറച്ചില്ലുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ പുറത്തോടെ ഇട്ടിട്ട് കൊണ്ടുപോകാം കേട്ടോ. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നേരം നമ്മൾ ബക്കറ്റിൽ കൊണ്ടുപോയാലും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ അടുത്തോടെ വേണം കൊണ്ടുപോകാനായിട്ട്. പക്ഷെ അവരത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ചാക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, എന്നെ പിടിച്ച് വലിച്ചിടുമെന്നൊന്നും അറിയില്ല. മാറുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇതാണ് ഇവർ. അയ്യടാ, അപ്പോൾ ഇവരുടെ കൂടെ എങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റും? ഇല്ല നീങ്ങടാ കുട്ടപ്പന്മാർ. അയ്യോ എൻ്റെ ചാക്ക്, ഇതാണ് അവസ്ഥ. ഇവരുടെ കൂടെ എങ്ങനെ വരും നമ്മൾ? മെസ്സിക്കുട്ട എപ്പോൾ വരാം കേട്ടോ. അടി എവിടെ നിന്നാൽ മതി മറന്നോണ കുട്ടാ. അങ്ങനെ എൻ്റെ പണി കഴിഞ്ഞു കുട്ടപ്പന്മാരെ, അമ്മയുടെ കുട്ടപ്പന്മാരെ. അച്ചു എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ആ ചാക്ക് അങ്ങോട്ട് കിട്ടിയെങ്കിൽ ഒരു ലെവലായി കിട്ടാൻ അവർ.
ഇനി എൻ്റെ ബക്കറ്റ് താ, ബക്കറ്റ് എനിക്ക് കഴുകി വയ്ക്കണം. ആ ശോ, ഇതെന്തെല്ലാം കൊണ്ട് പോണേന്ന് അവർ അന്വേഷിക്കണേ. ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതൊന്നും എൻ്റെ മക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഇരുന്നാൽ മതി. ഇവിടെ കുട്ടിപ്പട്ടാളങ്ങൾ കരയാണ്ടിരിക്കും. കരയണ്ട വന്നിട്ടൊക്കെ വീടുണ്ട് കേട്ടാ. ഇപ്പം വരാം ഇപ്പോൾ വരാടാ. നമ്മളെ ആ പറമ്പിലേക്ക് പോവാണേ. അപ്പോൾ അവർ ഞാനിങ്ങനെ യാത്ര പറഞ്ഞിട്ടാണ് അവരൊപ്പം കുറയ്ക്കരിക്കുക വരാനായിട്ട്. വീട്ടിൽ പോയപ്പോഴേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെണ്ണീറാ 4-5 ചാക്ക് വീട്ടിൽ അനിയൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് വെണ്ണീർ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാരണം അമ്മയായാലും അനിയനായാലും അടുപ്പ് തീ കത്തിച്ച് കഴിഞ്ഞാൽ ആ വെണ്ണീർ ഓരോ ചാക്കിൽ വാരിയിരിക്കും. നമ്മൾ എപ്പോഴേലും പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരും. അങ്ങനെയാട്ടാ. അപ്പോൾ ഇന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊള്ളിക്ക് വെണ്ണീറൊക്കെ ഇടാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാട്ടാ. ഒരു കോടിയും കൈ പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വെയിൽ നോക്കണ്ടേ, എപ്പോൾ വേണമെങ്കിലും മഴ വരാമല്ലോ. സുഡാ അമൃതൊന്നും വരണ്ടായിട്ട് അവിടെ നിന്നാൽ മതി. പേളിക്കുട്ടി പിന്നെ എൻ്റെക്കാളും മുന്നിലാ പറമ്പിലെത്തി. അവളാണ് ഏറ്റവും ഫസ്റ്റ്. എനിക്കുണ്ടല്ലോ നോക്കിയേ, ഷായേട്ടൻ ഇവിടെ പയർ നടാനുള്ള തടാട്ടോ ശരിയാക്കി വെച്ചിട്ടുള്ളത്. ഷായേട്ടൻ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. കുറച്ച് കൊള്ളിലേക്കും പറിക്കണം. അപ്പോൾ അതൊക്കെ പറിച്ച് നമ്മുടെ ഇവിടുത്തെ പണികൾ ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ് പോകാറാകുമ്പോഴേക്കും നമുക്ക് പയർ നട്ടിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇത്തിരി നേരം പയർ നമ്മൾ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ കുറച്ച് പയറിട്ടെ 2 തരത്തിലേക്കാണ്, അത് മതി. അപ്പോൾ അറിയാമല്ലോ കുറച്ച് സമയമായിട്ടോ നമ്മൾ പയർ വെള്ളത്തിലിട്ടുള്ളൂ നടാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടെ. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കൊള്ളി നടേണ്ട ഭാഗം, കൊള്ളി നടലല്ല, കൊള്ളി പറിക്കണ ഭാഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാട് പിടിച്ചിട്ടൊക്കെ എടുക്കണേ. കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ മഴയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എന്നും വന്ന് പറമ്പിലൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് തന്നെ കുറേ കാടിൻ്റെ ഉള്ളിൽ നിന്ന് കൊള്ളി പറിക്കണ പോലെയായിട്ടാണ് ഞാൻ പറിക്കാൻ പോണത്. നമ്മളെ ഇതിൻ്റെ ഇടയിൽ പയറിൻ്റെ പന്തലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമേക്കൊക്കെയും ഓരോ വള്ളികളൊക്കെ പടർന്നിട്ട് കണ്ടോ ആകെ ചുറ്റി പിടിച്ച പോലെ ഇരിക്കണം. കൊള്ളി പറിക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് ആദ്യമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ പെട്ടെന്ന് അത്യാവശ്യത്തിന് ഓടി വന്ന് പെട്ടെന്ന് കൊള്ളി പറിക്കുമ്പോഴേ വേഗം ആ തണ്ടാട് വെട്ടിയിട്ട് കൊള്ളിയും പറിച്ച് പൂലൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കൊള്ളിയുടെ എന്താ പറയുക തണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതൊന്ന് വെട്ടി മാറ്റട്ടെ കേട്ടോ. അതിന് എന്നിട്ട് പറിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പന്തലേ ഉണ്ടായിരുന്നത് അങ്ങനെ കാറ്റത്ത് വീണിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു മുളകില്ലേ, ഈ ഒരു മുളക് നമ്മൾ മുന്നേ മുളക് നട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മാവിൻ്റെ അടിയിൽ. വേനൽക്കാലത്ത് നമുക്ക് മാവിൻ്റെ അടിയിൽ മുളകൊക്കെ നന്നാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ നട്ടു കൊടുത്തു. കാരണം അത് 1 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞ് വേനലിലേക്ക് തുടങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മഴയുടെ അട്ടറിൽ മാവിൻ്റെ അടിയിൽ നട്ട മുളക് മുഴുവൻ പോയി. അപ്പോൾ ഇപ്പോൾ വേറെ നമ്മളിവിടെ നട്ടിട്ടുള്ളതാട്ടോ. കാരണം നമ്മൾ നടാതിരിക്കില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ പന്തൽ വീണ കാരണമായിട്ട് എത്രയും ബുദ്ധിമുട്ട് വന്നല്ലെങ്കിൽ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. പന്തൽ വീണപ്പോൾ വള്ളികളല്ലേ പെട്ടെന്ന് പടർന്ന് പറ്റി പിടിച്ച് കയറുകയാണേ. അമരപ്പന്തലും ആണ് കൂടുതൽ വീണിട്ടുള്ളത്. അമരയ്ക്ക് പടർന്നിട്ടായിരുന്നു. അമര നിൽക്കുന്നത് അവിടെയാണ്. പക്ഷെ അത് ഇവിടെ ഉണ്ടായിരുന്നൊരു പന്തൽ നമ്മൾ പയറിന് വേണ്ടി നട്ടിട്ടുണ്ടായിരുന്നത്. അതുമിക്കൊക്കെ കയറി ആ പന്തൽ അങ്ങനെ തന്നെ വീണു.
എങ്ങനെ വൃത്തിയാക്കണ്ടേന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ നിൽക്കണേ. കാരണം ആകെ എന്താ പറയുക, ആകെ ഒരു രൂപമായിട്ടൊക്കെ എടുക്കണേ. പുല്ലുണ്ടല്ലോ അടിയിലേ. നമ്മളെ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ പേളിക്കുട്ടി ആദ്യം ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഓട്ടം ഓടിയിട്ടാണ്. പിന്നെ ഞാനാണെങ്കിൽ ഒരു വടിയൊക്കെ എടുത്ത് ഒന്നിവിടെ എനിക്കൊക്കെ കൊടുത്തു. കാരണം ആരെങ്കിലുമൊക്കെ ചോറിൻ്റെ കൂടി കഴിക്കണമെങ്കിൽ പൊക്കോട്ടെ എന്ന് വെച്ചിട്ടേ. ഈ കൊള്ളിത്തറിയിലൊക്കെ ഇല്ലേ നന്നായിട്ട് കൊള്ളി ഉണ്ടാവും കേട്ടോ. പറിക്കുമ്പോൾ നോക്കിയോളൂ കേട്ടോ. നല്ല വലിപ്പമുള്ള നല്ല കൊള്ളികളായിരിക്കും. പേലിക്കുട്ടി പൊക്ക പേലിക്കുട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെല്ലേ. പേലിക്കുട്ടി അങ്ങോട്ട് നീങ്ങി പൊക്ക. ഞാൻ ഒരു വട്ടം ഓടിപ്പിച്ചത് അവളെ ഈ കാടിൻ്റെ ഉള്ളിൽ കിടന്ന് നടക്കണ്ടെന്ന് വെച്ചിട്ട്. അവൾക്കാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വന്ന് പെരങ്ങണം അല്ലേ? എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് പെരങ്ങണം. ഷായേട്ടനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നിട്ടാണ്. കാരണം ഷായേട്ടനെ മനസ്സിലായി തോന്നുന്നുണ്ട് ഇവിടുത്തെ കാട് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എനിക്ക് കൊല്ലി പറിച്ച് പോകുകയാണെങ്കിൽ ഞാൻ കുറേ സമയം എടുക്കുന്നു. ഷായേട്ടൻ അവിടെ കളിക്കായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചാൽ ഷായേട്ടൻ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ ചെത്തിത്തരാമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കോഴികൾക്ക് പറ്റിയൊരു വാഴക്കട ഉണ്ട് ഷായിട്ട്. അത് കൊണ്ടുപോയാലോ? അതൊന്ന് ചെത്തിയെടുത്താലോ ഞാൻ കല്ല അത് ഞാൻ ആക്കി തരാം. കൈക്കോട്ടുണ്ടേ ഒന്നും പറിച്ചിട്ടുണ്ട്. കൈക്കോട്ടുണ്ടാക്കിയാലോ? ഈ പപ്പ എന്തായാലും ഒരു പിടിച്ചല്ലോ കേട്ടോ ഷായിട്ട്. അപ്പം ഞാൻ അത് വെട്ടി കളയുന്നുണ്ട് കേട്ടാ. കൊള്ളിയിലതെ തറികളായി ചില്ലകൾ അങ്ങോട്ട് ഇങ്ങോട്ടാക്കി ആയിട്ടേ അത് മറിഞ്ഞെടുക്കണ കാരണം. അത് മാത്രമല്ല ആ പന്തൽ വീണോടുകൂടി ആകെ അലങ്കോല. ഇത് ഇത്രയും ഇതായത് അങ്ങനെ കാരണം ഷായിട്ടാ. അത് നമ്മുടെ ആ ഒരു 3-4 ദിവസം മുന്നേ ഒരു കാറ്റുണ്ടായില്ലേ, ആ കാറ്റത്താണെന്ന് തോന്നുന്നുണ്ട് ഇത് വീണിട്ടുള്ളത്. കാരണം അതിൻ്റെ തലേദിവസം വരെ വരുമ്പോൾ കുഴപ്പമില്ലേ. പിന്നെ 2 ദിവസമായിട്ട് പറമ്പിലേക്ക് വരവ് കുറവായിരുന്നു. ഇങ്ങോട്ട് തന്നോ ഷായിട്ട്? ഇങ്ങോട്ട് ഇപ്പുറത്തേക്കിടാം. വലിച്ചോട്ടാ ചേട്ടൻ മേല് കൊള്ളൂ. ആഞ്ഞു വലിക്കട്ടെ? വലിച്ചോ. അപ്പൊ ഇവിടുത്തെ കാട് പോയി. ആ ശരിയാ. ഒരുവിധം വൃത്തിയല്ലേ ചേട്ടാ? ആ ഇതപ്പുറത്തെ കൊള്ളി തറിയിരിക്കും കൊണ്ട് ഇന്ന് വെട്ടി കട. അപ്പോൾ അവിടെ വൃത്തി ആ സൈഡിലല്ലേ? ഇവിടെ കാട് വാരി എന്ന് പറഞ്ഞാണ്ട ഒരു ഇഞ്ചി പുല്ലിൻ്റെ കടയാ. അത് നമ്മുടെ കോഴികളെ കഴിക്കില്ലല്ലോ ചേട്ടാ. വെട്ടി കൊടുക്കാം. ഇതുകൊണ്ടായി കൊടുക്കാം. ഇങ്ങനെ വെട്ടി അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറുതാക്കിയിട്ടില്ല. അപ്പോൾ കൊണ്ടുപോയാലോ നമുക്ക്? എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോൾ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതൊന്നും അങ്ങോട്ട് വലിച്ചോ. കൊള്ളിത്തറി വീണപ്പോളേ ആകെ കൊമ്പും ചില്ലും കൂടിയ പോലെ അല്ലേ ചേട്ടാ? എത്ര നമ്മൾ വരുമ്പോൾ നല്ല വെയിലല്ലായിരുന്നു. ഇതാ വലിയൊരു മഴ വേണ്ടിട്ടാ. മഴ പെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും തോന്നുന്നു നമുക്ക് കൊള്ളി പറിക്കാൻ പറ്റുള്ളൂ. ഒരുവിധായില്ലേ ചേട്ടാ? ഇനി നമുക്ക് പറിക്കാം അല്ലേ? എന്നിട്ട് വേറൊരു ദിവസേ
പിന്നെ ഇവിടെ വൃത്തിയാക്കാൻ മതി എന്ന് എനിക്ക് തോന്നണേ. അല്ലെങ്കിൽ നമ്മുടെ കൊള്ളി പറിക്കൽ നടക്കില്ല. പിന്നെ നമ്മളെ കൊള്ളി പറിച്ചിട്ട് ഇവിടെ അടുത്ത് കുറച്ച് വീടുകളിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചോണം. പിന്നെ അത് മാത്രമല്ല കൊള്ളി ഇനി പറിക്കാൻ ഇവിടുന്ന് വൈകും തോറും ചിലപ്പോൾ കൊള്ളി ചിലപ്പോൾ നാശമായാലോ. ഇപ്പം നല്ല കൊള്ളിയാണ് കൊണ്ടുപോകണം. എല്ലാവരും പറയാം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കൊള്ളിയാന്നുള്ളത്. അപ്പം ഇന്ന് ഇപ്പം നമുക്ക് കൊള്ളി പറിക്കേണ്ട സ്ഥലമൊക്കെ ഏതാണ്ട് വൃത്തി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ വെട്ടിയിട്ടതൊക്കെ വെടുപ്പാക്കലൊക്കെ പിന്നെ വേറൊരു ദിവസം ചെയ്യണമല്ലോ കേട്ടോ. ഞാൻ പറിക്കാം. മഴ ഇപ്പോൾ പെയ്യാവോ? ഇങ്ങോട്ട് സന്തോഷമായിട്ടാ ഇവിടെ തന്നെ വെട്ടിയിടാം. മാറ്റിയിട്ടാൽ മതി, ഇല കൊഴിഞ്ഞിട്ടേ. ആ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം. ഇല കൊഴിഞ്ഞിട്ട് ആക്കാൻ നല്ലത്. ഇനിയില്ലല്ലോ വേറെ? ഇനി ഇവിടുത്തെ ഒരു കടിയല്ലോ. വൃത്തിയാക്കാൻ തുടങ്ങി അതാണേ. നമുക്ക് വൃത്തിയാക്കുന്നത് ആ നിർത്താൻ തോന്നിയാലും ഓരോന്ന് കാണുമ്പോൾ തോന്നുന്നു അതും കൂടി ചെയ്യാം അതും കൂടി ചെയ്യാമെന്ന്. അതാണ് ഈ വൈകി പോണേ. നിർത്താട്ടോ ഷായിട്ടാ, നമുക്ക് പറിക്കഴിഞ്ഞ് കൊള്ളി അല്ലെങ്കിൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ചിലപ്പോഴേ തൂലി തുടങ്ങി. അപ്പം മഴ വന്ന് പോയിട്ട് മതിയല്ലേ. എന്തായാലും ഈ വലിയ മഴ വന്ന് പോയിട്ട് നമുക്ക് പറിക്കാൻ കൊള്ളി, അതാണ് നല്ലത്. വേണ്ട, കൈയോടെ കിട്ടുന്നത് ആവണത് പറിക്കാലോ. പറിക്കാം. ഓരോ പറിച്ചോ, പിടിപിടുന്നതിനെ പറിച്ചോ. അപ്പോൾ ഞാൻ പോകാൻ പറ്റും. ഷായിട്ടിന് അവിടെ പറിക്കാം, ഞാനിവിടെ പറിക്കാം. അല്ലെങ്കിൽ ഷായിട്ട് പറിച്ചോ നല്ലത്. ഞാൻ പറിച്ചോണ്ട് നീ ഷായിട്ട് പറിക്കാൻ നല്ലത്. എന്താ പറയുക, ചിലപ്പോൾ പൊട്ടിയിരിക്കും ഞാൻ പറിച്ചു കഴിഞ്ഞാൽ. അയ്യോ മഴ തുടങ്ങി. ഷായിട്ട് നല്ല മഴ, വലിയ മഴയോ. നല്ല ഇരുട്ട് പിടിച്ച നല്ല കാർമേക്കായിട്ട് പെട്ടെന്ന് വന്ന നല്ല ശക്തിയുള്ള മഴയായിട്ട് പെയ്യണേ. ഇനിയിപ്പോൾ നമുക്ക് കൊള്ളിയൊക്കെ പറിക്കേണ്ട ഭാഗം കുറച്ച് ബുദ്ധിമുട്ട് വരും. മണ്ണൊക്കെ ഇങ്ങനെ കൊള്ളിയുമ്പോൾ നന്നായി പിടിച്ചിട്ടായിരിക്കും ഇനി പറിക്കാൻ പറ്റുള്ളൂ. നല്ല മഴ, നമ്മൾ കുട കൊണ്ടുവന്ന കാരണം രക്ഷപ്പെട്ടു കിട്ടാ. പക്ഷേ കുട അതിൽ നിൽക്കായാലും കാറ്റടിയുള്ള കാരണം അല്ലേ. ഞങ്ങൾ വരുമ്പോഴേ ചെറിയൊരു വെയിലായിരുന്നു, പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത്. നോക്കിക്കൊണ്ടിരിക്കുക മാറ്റം വരുന്നു. ഇനി കൈക്കോട്ട് കളിക്കാൻ ബുദ്ധിമുട്ടാ. മണ്ണ് ഒക്കെ വെച്ച് കൈക്കോട്ടുമ്പോൾ മണ്ണ് പിടിക്കും. കൊള്ളി അതെ പറിക്കുമ്പോൾ നിറച്ച് മണ്ണുണ്ടാവും അല്ലേ. ഇനി ഇന്നലെ കഴുകി പോകാലോ. ഒരു മഞ്ഞ് മൂടി നിൽക്കുന്ന പോലത്തെ ഒരു കാലാവസ്ഥ. അത് കാരണം മഴ കുറച്ച് നേരം നിൽക്കിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഴ വന്ന് പോയി. ഷായേട്ടൻ കൊള്ളി പറിക്കാന്ന് ഇനിയിപ്പോൾ വേഗം വേഗം പറിക്കാട്ടാ. ഞാനേ പറിക്കണില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടുത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊലി നല്ലതായിട്ട് കൂട്ടിയിട്ട് വെച്ചിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അത് ഞാൻ പറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്താ പറയുക പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ആ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്ക് കുഴപ്പമില്ല, അധികം പൊലി കൂട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് വലിക്കാൻ എളുപ്പം, അത്ര വലിയ കൊള്ളികളും ആവില്ല. ഇതിലൊക്കെ നല്ല വലിപ്പമുണ്ടാവുക ഇങ്ങനെ വെക്കണ പൊലി കൂട്ടിയിട്ട് വയ്ക്കുമ്പോൾ കൊള്ളിയില്ലേ. പറിക്കല്ലേ ഷേട്ടാ. ഇവിടെ നമ്മൾ 2 തറി ഒരുമിച്ചാട്ടോ ഈ ഒരെണ്ണത്തിൽ വെച്ച് കൊടുത്തോണത് കണ്ടോ. ഇതിലും ഉണ്ടാവും നന്നായിട്ട് ബലം ഉണ്ടല്ലേ. അപ്പം ഞാൻ പറിക്കാൻ നോക്കി ഒന്നും അയ്യോ കൊണ്ടു കൈക്കോട്ട് കൊണ്ടു കണ്ടോ. മുകളിലേക്കാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൂട്ടി വയ്ക്കുന്നതിൻ്റെ കൂടെ എന്ന് പറയുന്നത് കൊള്ളി ചീല് കുറയും എത്ര വെള്ളം നിന്നാലും. ഇതൊക്കെ കണ്ട വെറുതെ മുകളിലേക്കാണ് നിൽക്കണേ. നമ്മൾ ഭൂമിയുടെ അടിയിലേക്ക് കുഴി കുത്തി വയ്ക്കുകയില്ല, മുകളിലേക്ക് മണ്ണ് ആക്കി അതിൻ്റെ മുകളിൽ നമ്മൾ അന്ന് തറി വെച്ചിട്ട് കണ്ടിട്ടില്ലേ കൊള്ളിത്തറി, അതേപോലെ നടുമ്പോൾ കൊള്ളി അങ്ങനെ പെട്ടെന്ന് വെള്ളം വന്നാലും നാശാവില്ല. ഇപ്പം നോക്കി കൊള്ളിയമ്മേ ഭയങ്കര ബലം എന്താണോ ഇത്രയും പൊട്ടി കൊള്ളി പൊട്ടി എട്ടയെന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. എണ്ണം കൂടുതലിൻ്റെ അതാണ് പൊട്ടണതല്ലേ. ആകെ പിടിച്ചിരിക്കല്ലേ, നല്ല വലിപ്പുണ്ട് കേട്ടോ. അത് കാരണം പൊട്ടണ സൗണ്ട് കേട്ടത്. എണ്ണം കൂടുതലുള്ള കാരണം ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉറുമ്പ് നോക്കി ഷേട്ടാ, ഉറുമ്പ് കടിക്കണത് കേട്ടോ ഷേട്ടാ. കടി കൊള്ളാണ്ട് നോക്കണേ. കുഞ്ഞീനാ കുഞ്ഞീന നോക്കിയത്
അയ്യോ സൂപ്പർ കൊള്ളി നോക്കിയേ കണ്ടോ എത്ര സുഖം നോക്കിയേ ഇതിന്റെ വലിപ്പം കണ്ടോ? നോക്കിയേ. അയ്യോ ഉറുമ്പ് കടിക്കണ്ടേ ഒത്തിരി നേരം താഴ്ത്ത് വെച്ച ഷൈട്ട എന്നിട്ട് മതി അല്ലേ ഷൈട്ട നമ്മൾ പൊരി കൂട്ടി വയ്ക്കണേൻ്റെ പറയൂ ഷൈട്ട അതെ നമ്മളന്ന് നടുന്നത് കാട്ടിൻ്റെ ശരിക്കും ഇവിടുത്തെ ചപ്പ് ചവറൊക്കെ അടിച്ചു കൂട്ടി ഇങ്ങനെ പൊലി കാക്കും നല്ലതിൽ കുമ്പാരന്മാരി ആക്കിയിട്ട് അതിൻ്റെ മീതെ മണ്ണിടും. അപ്പൊ കൊള്ളികളൊക്കെ ഇങ്ങനെ വെറുതെ മുകളിൽ ഇതിലാകെയോ കുറച്ച് വെണ്ണൂറ് എന്ന് പറയുന്ന ചാരം അതല്ല അത് ഷൈട്ട മാത്രം ഇട്ടിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ കൊള്ളി ഇങ്ങനെ മുകളിലേക്ക് നിക്കല്ലേ ചെയ്യല്ലേ ആ അതിപ്പോൾ അടിയിലേക്ക് പോയില്ല കണ്ടോ കറക്റ്റ് ഇങ്ങനെ നിൽക്കും നിറച്ച് കൂനിയാണ് അവിടെ. ഇത് അതേട്ടാ മുകളിൽ തന്നെയാണ് ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ടില്ല അപ്പോൾ നമുക്ക് കൊള്ളിയൊന്നും ചെയ്യില്ല കണ്ടോ നോക്കിയേ ഈ കൊള്ളിയിലും അയ്യോ സൂപ്പർ കൊള്ളി ഇതിൻ്റെ വലിപ്പം നോക്കിയേ. ആ, എത്ര കൊള്ളികളാ നോക്കിയണ്ട ആദ്യം തന്നെ ക്യാമറ അടുത്തേക്ക് കൊണ്ടുപോയിട്ടാ പറയാം കണ്ട കൊള്ളിയുടെ വലിപ്പം എല്ലാ ഭാഗം ഓരോന്ന് എത്ര കിലോ ഉള്ള മാതിരിയാ കൊള്ളി കണ്ടോ വലിയ കൊള്ളികൾ. ഇപ്പം ഇപ്പുറത്തെ കൊള്ളിയായില്ലത് ഇപ്പം ഉണ്ട് ഈ അതും നമ്മൾ ഈ എന്താ പറയുക അയ്യോ ഞാൻ ആ പേര് മറക്കണു ഷൈട്ടാ നമ്മൾ 6 മാസം കൊള്ളി അല്ലല്ല 6 മാസത്തെ കൊള്ളി അതും പറയണം അല്ലെങ്കിൽ കുറേ പേർക്ക് അറിയില്ല പുതിയതായിട്ട് കാണുന്നവർ. 6 മാസം എന്നുള്ളത് ഇപ്പോൾ 8 മാസം കഴിഞ്ഞു കേട്ടോ അതാണ്. പക്ഷെ എന്നാലും കേടൊന്നും വന്നില്ല. ആകെ ഉറുമ്പാട്ടാ നോക്കിയോ ഇതൊന്നും എടുത്ത് നോക്കിയേ നമ്മളെ പണ്ടത്തെ ഒരു കൊള്ളി പറിച്ച മാതിരി ഇനി ഉണ്ട് ഇത് അതിന് കുറച്ച് കുനിയെ കാലുമ കടിക്കിട്ടിട്ട് ഷൈട്ടാ ഞാൻ ഈ വേഷമുള്ള കാരണം കുറവ് ഉണ്ട് നല്ല വെയിറ്റാ. പക്ഷേ ഈ കൊള്ളി എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്നിട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു പൊലി കൂട്ടുമ്പോൾ 2 തറി വെച്ച് 2 എണ്ണമാണ് കുത്തി കൊടുത്തത്. ആ 2 നന്നായിട്ടുണ്ടായി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. എത്ര കിലോ ഉണ്ട് നോക്കിയേ. അയ്യോ നിറച്ച് ഉറുമ്പ് കൂടെ നീങ്ങാഷായിട്ടാ കടിക്കണു. ഒരെണ്ണം പൊട്ടി. ആ തരില്ല നോക്കിയേ എൻ്റെ പേര് അയ്യോ അത് ഷായിട്ടം കൊണ്ടേക്കും ഷായിട്ട് ഉറുമ്പ് കയറുന്നുണ്ട് ഷായിട്ടം കൊണ്ടേക്കും ഷായിൻ്റെ മേലെ ഉറുമ്പ് കയറുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം നീക്കി വയ്ക്കാം നല്ലത്. ഇനിയുണ്ട് എടുക്കുമ്പോൾ നല്ല വെയിറ്റ്. ഇപ്പം നമ്മൾ 4 കട കൊള്ളി പറക്കൽ കഴിഞ്ഞു കേട്ടാ. ഇനി എന്തൊരു ചെയ്യുന്ന ഷായിട്ട് ഇത് രണ്ടും പറക്കല്ല. അപ്പോൾ ഈ ഒരു ഭാഗം വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം നമുക്ക്. ഇത് പറക്കല്ല ഷായിട്ട് ഞങ്ങളുടെ കുറച്ച് ചെറിയ ഓറഞ്ചുകളുണ്ട് എന്നാലും അത് ക്ലിയർ ആയി പോരുള്ളൂ. അല്ലെങ്കിൽ ഓറഞ്ചോളൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇടുങ്ങിപ്പോയി അതൊക്കെ ഇടുങ്ങിപ്പോയി. ഉറുമ്പ് എൻ്റെ മേലേക്കൊക്കെ കയറി. ഷായിട്ടിൻ്റെ കാലുമ മറ്റേ എന്താ പറയുക ബൂട്ടുള്ള കാര്യം കുഴപ്പമില്ല കണ്ടോ ഇത് പൊട്ടിയിരുന്നു. ആ അയ്യോ കൈ കൊണ്ട് വന്നിട്ട് ചേട്ടൻ കൈ കൊണ്ടുപോകണം തരാം കിട്ടിയാ. ഏറ്റവും സുഖം എന്ന് പറഞ്ഞാൽ ഈ പൊലി നേരത്തെ പറഞ്ഞോണോ ഈ പൊലിയുള്ള കാരണോട്ടോ അല്ലെങ്കിൽ എന്ത് സുഖമായിട്ട് പറിക്കാം. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഷായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഷായിട്ട് വേറെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ വലിച്ചെടുക്കും. ഇത് നോക്കിയേ എന്ത് വലിപ്പം നോക്കിയേ പിടിച്ചേ. അതെ ഇത് ഈശ്വര നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നമ്മൾ കണ്ട ഷായിട്ട് പൊക്കിയേ എനിക്ക് കയ്യിൽ നിന്ന് ചെരിയണു. ആകെ 3 കൊള്ളിയുള്ളത് പറഞ്ഞിട്ട് കാര്യമായിട്ടാ. കണ്ട ഈ കൊള്ളിയുടെ നീളം നോക്കിയേ കണ്ട നല്ല വലിപ്പമുള്ള കൊള്ളിയാണ്. അത് നമ്മൾ മറ്റേ ഒരു പൊലിമേനെ 2 എണ്ണം വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു. അതും കൂടി പറിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ചേട്ടാ. അതും അതേപോലെ അല്ല കേട്ടോ നല്ല നീളമുള്ള കൊള്ളി നോക്കിയേ. ആ പറിച്ച പോലെ തന്നെയുള്ളത് കൊള്ളി കാണുമ്പോഴാണ് ഒരു ഭംഗിയാ. എന്താ ആവി കയറിയാൽ മതി ആവി നമ്മളിന്ന് കൊള്ളി കൊണ്ടുള്ളതായിട്ട് വയ്ക്കണേ അവസാനിപ്പിക്കാം അല്ലേ ചേട്ടാ മതി അല്ലേ മതി. ഇനി ഇതൊക്കെ പറിക്കാനുള്ളതാണ്. ഈ ഏറ്റത്തെ വരെ കൊള്ളി പറിക്കാനുള്ളതാണ്. കുറേ ഉണ്ട് കൊള്ളി ഒരു 50 കടയുണ്ട്. പോലെ ചേട്ടാ ഓ ഞാൻ കയ്യിൽ നിന്ന് കേട്ടെ അതോട് വയ്ക്കട്ടെ. ഞാൻ വയ്ക്കാം കഴിക്കോ. ഞാൻ എടുക്കാം എന്നാ പിടിച്ചോ.
അപ്പോൾ നോക്കി നമ്മളിന്ന് ഇത്രയും കൊള്ളിയായിട്ടോ പറിച്ചെടുത്തത്. ശരിക്കും നോക്കിയാ ആകാൻ ചാറ് കട ഇത്രയധികം കൊള്ളിയാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ എന്നിട്ട് ഞാൻ ചെയ്യേണ്ട കൊള്ളിക്ക് വെണ്ണീറിടണം, പയർ നടണം, ഇന്ന് എത്ര കാര്യങ്ങൾ ചെയ്യണമല്ലോ. മഴ പെയ്തപ്പോഴേക്കൊക്കെ പറമ്പിലാകെ വെള്ളം നിന്നു. വെണ്ണീറിട്ട ശരി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊള്ളിക്ക് ഈ ഒരു കൊള്ളി നമ്മൾ നട്ടത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 തറി വെച്ച് കൊടുക്കുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ പൊടിച്ചു. ഇപ്പോൾ ഇത് ഇത്രയും പൊടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വെണ്ണീർ മാത്രം നമ്മൾ കൊള്ളിക്ക് ചെയ്യുള്ളൂ. വേറൊരൊറ്റ ആളിട്ട് കൊടുക്കില്ല. അത് വെണ്ണീർ ഇടണതും കൂടി നോക്കിയോളൂ. നമ്മൾ നല്ല അകലിക്കാണ് വെണ്ണീർ ഇടുക. കാരണം പണ്ട് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ സമയത്തും ഒക്കെ ഷായേട്ടനൊക്കെ പിന്നെ ഓൾറെഡി കൃഷി ചെയ്തിട്ട് നല്ല അറിവുള്ളവരാണ്. പക്ഷേ ഇവിടെ അമ്മയ്ക്ക് പറയുന്നിട്ടുണ്ട്, അതേപോലെ ഷായേട്ടനായാലും പറയാം നന്നായിട്ട് അകത്തിട വെണ്ണീർ. അപ്പോൾ അതനുസരിച്ച് കൊള്ളി നല്ല നീളത്തിൽ വരുന്നതാണ് പറയുക. ശരിയാണ്, നമുക്കങ്ങനെ ഉണ്ടാവാറുണ്ട്. വേറെ ഒറ്റ വളം നമ്മൾ ഇട്ട് കൊടുക്കില്ല. അപ്പോൾ കണ്ടോ നല്ല അകത്തി നമ്മൾ ഇട്ട് കൊടുക്കും. ഈ വെണ്ണീർ ഇട്ടിട്ട് കട തൊടാതെ ഇട്ട് കൊടുക്കുക. ഈ വെണ്ണീറിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കും. ഇത് മാത്രമാണ് നമ്മുടെ കൊള്ളിക്ക് ചെയ്യണ ആകെപ്പാട് ചെയ്യണ വളം. കുറച്ച് പുല്ല് മുളയ്ക്കുന്നുണ്ട്, അതൊക്കെ ഒന്നൊക്കെ വലിച്ചു കളയട്ടെ. കാരണം ഇവരായിരിക്കും ആദ്യം വളർന്ന് വരെ. വലിച്ച് ഇവരെ കടക്കിൽ തന്നെ എവിടെ തന്നെ ഇടുക കേട്ടോ. ഈ വലിക്കണേൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. മുളച്ചിക്കുന്നത് ആരൊക്കെയാണെന്നറിയോ? ചീരത്തൈകളാണ്. നോക്കിയേ, കാട്ടിത്തരാം. ഇത് ഉണ്ടോ, അതൊക്കെ ഇത് ചീരത്തൈ കേട്ടോ. അത് ഈ ഒരു ഭാഗത്ത് കുറച്ച് മുളച്ചിട്ടുള്ളത് ഫുള്ള് ചീരത്തൈ. അതെ, പക്ഷേ ഈ ചീരത്തൈ ഒന്നും ഇപ്പം മഴക്കാലത്ത് നമുക്ക് നിൽക്കില്ല. അത് കാരണം നമ്മളിപ്പോൾ വലിച്ചു കളയാം കേട്ടാ. ഇപ്പം മഴക്കാലമായ കാരണമായിട്ട് നമ്മൾ ഇത്രയും കൂടുതൽ വെണ്ണീറിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ വെണ്ണീറിനൊക്കെ നല്ല വീര്യം കൂടിയതാണ്. നമുക്ക് എന്തോ ഒരു വലിയ മഴ കിട്ടിയതാ. ഇപ്പം നോക്കിയേ, കണ്ടോ നല്ല വെയിലുദിച്ചു. എന്ത് വേഗം പുല്ല് മുളയ്ക്കണേ. പുല്ല് എന്താ പറയുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇത്രയും ഉഷാറിൽ മുളച്ച് വരില്ല. പക്ഷെ പുല്ലാകുമ്പോൾ നമ്മൾ നടണ ഏതാണോ നട്ട അതിനേക്കാളും സ്പീഡിൽ മുളച്ച് വരുന്നത് പുല്ലാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കൊള്ളിക്ക് ചെയ്യുന്ന ഒരൊറ്റ കാര്യം ഇതാണ്. ഞാൻ ആരും മറക്കണ്ട കേട്ടോ, അതേപോലെ ചെയ്താൽ മതിയിട്ടാ. പിന്നെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് കൊള്ളി ഇത്തിരി കൂടി നന്നാവണേ. ഓവർ വെയിലെന്നല്ല, എന്നാൽ അത്യാവശ്യം വെയിൽ കിട്ടും വേണം. അല്ലെങ്കിൽ ഇങ്ങനെ ഞാറ് പോലെ കൊള്ളിത്തെറിങ്ങനെ വലുതായി പോകുള്ളൂ. കടക്കിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഷായിട്ട് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കും. ഇനിയിപ്പോൾ എനിക്ക് എന്തിട്ടാണെങ്കിൽ പയറും കൂടി നടണം. മഴ പെയ്ത പിന്നെ കണ്ടോ എല്ലായിടത്തും വെള്ളമാണ്. അതുകൊണ്ടാണ് നമ്മൾ മണ്ണിന് മുകളിൽ, മണ്ണരിപ്പിനേക്കാളും മുകളിലായിട്ട് എല്ലാ സ്ഥലവും നട്ടു കൊടുക്കുന്നത്. നമ്മൾ മുന്നിൽ കൊള്ളി പറിച്ചപ്പോൾ മനസ്സിലായില്ലേ, ഇതേപോലെ നമ്മൾ വെറുതെ മണ്ണിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കൊള്ളി ഇങ്ങനെ മണ്ണിങ്ങനെ ആക്കിയിട്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാട്ടിയിട്ടുണ്ടായിരുന്നു നട്ടു കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സുഖമായിട്ട് കൊള്ളിക്ക് കേടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വളർന്ന് കിട്ടിയത്. നമ്മുടെ ചേമ്പ് നോക്കിയേ, നമ്മൾ ചാണകം ഇട്ട് മണ്ണിട്ടപ്പോൾ ഉണ്ടോ എന്ത് ഉഷാറിൽ വന്ന് നോക്കണേ നോക്കിയേ. വയലറ്റ് ചേമ്പ് കേട്ടോ, നല്ല ചേമ്പത്. എത്ര മഴ വന്നാലും ഇതിൻ്റെ വിത്തുകളൊന്നും ചീഞ്ഞു പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഇതാ കണ്ടോ, ഇത്രയും സമയം മതി. അപ്പോൾ നമ്മുടെ പയർ നടലും കഴിഞ്ഞു.
നല്ല വെയിലുമായി സുഖമായി ഒരിടയിൽ നല്ല മഴ പെയ്ത് പോയാൽ കാരണം ഇനിയിപ്പോൾ നമുക്ക് കൊള്ളി കർബാനയിൽ വെച്ചേ നമുക്ക് പോവാം. ഇന്നിപ്പോൾ അത്രയ്ക്കൊക്കെ ഇനി പറ്റുള്ളൂ. ഈ എന്താ പറയുക, പുല്ല് തന്നെ കുറേ ഭാഗത്ത് നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്, ഓരോന്നിൻ്റെ കടയ്ക്ക് വലിക്കാനൊക്കെ. പക്ഷേ മഴ പെയ്തിട്ടാകുമ്പോഴേ വെറുതെ കൈയും കുറേ അടുക്കാവുക. അത് മാത്രമല്ല പുല്ലിൻ്റെ കടയ്ക്ക് ഒരു കുന്ന് മണ്ണായിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് വലിക്കാനും പറ്റില്ല. അതാണ് ഈ കൂടുതൽ കാട് പിടിക്കണപ്പോൾ പറമ്പ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ പോയി നോക്കാം. ഞാൻ പയറൊക്കെ നട്ട് നമ്മൾ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോഴേക്ക് വേറൊരു നല്ലൊരു മഴ വന്ന് പോയിട്ടാ. പിന്നെ ഞാൻ പയർ നടന്ന നേരം കൊണ്ട് നോക്കിയ ഷായിട്ട് എന്താ നമ്മുടെ കൊള്ളിക്ക് വെണ്ണീറിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മുകളിൽ കണ്ടോ ഇതേപോലെ മണ്ണിട്ട് കൊടുത്തു. ഇനി ഒരു 6 മാസം കഴിഞ്ഞാൽ നമ്മളിപ്പോഴൊക്കെ പറിച്ച പോലെ നല്ല കൊള്ളികൾക്ക് നമുക്ക് പറിക്കാൻ കിട്ടും. ഇനി ഒന്നും ചെയ്യില്ല നമ്മൾ ഈ കൊള്ളിക്കിട്ട. അത്രേ ഉള്ളൂ നമ്മുടെ കൊള്ളിയുടെ വളമിട്ട് കൊടുക്കണ കാര്യം. വേറെ ഒരു വളം നമ്മൾ ഉപയോഗിക്കില്ല, കഴിഞ്ഞു. ഇനിയിപ്പോൾ മഴയുടെ ചെറിയ തൂളിച്ചുള്ളൂ, അത് ഞാൻ നോക്കണില്ല, കാരണം സമയം കുറേ ആയി. അപ്പോൾ നമ്മുടെ കൊള്ളിക്ക് നമ്മുടെ അർബാനയിൽ വെച്ച് പോകാൻ നോക്കാം ഞാൻ. ഇങ്ങോട്ട് കൂടുതൽ ഇറക്കണില്ലേ, ചിലപ്പോൾ വെയിറ്റ് വരുമ്പോൾ വണ്ടി താഴും. അങ്ങനെ നമ്മുടെ കൊള്ളി എല്ലാതും ഞാൻ വണ്ടിയിൽ കയറ്റി. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ ഞാൻ അല്ലാതെ കയറ്റി വണ്ടിയിൽ, പക്ഷേ എന്നെ കൊണ്ട് തന്നെ പറ്റില്ല എടുത്തള്ളാനായിട്ട്. കാരണം ഒന്നാമത് മഴ പെയ്തിട്ട് ഭൂമി ഇങ്ങനെ കുതിർന്ന് കിടക്കണം മണ്ണൊക്കെ. അപ്പോൾ ഇപ്പോൾ വണ്ടി വെയിറ്റുള്ള കാരണം താഴും, പിന്നെ നല്ല വെയിറ്റും ഉണ്ട്, പറ്റില്ല. അപ്പോൾ ഷായട്ടിനെ തന്നെ വിളിച്ചിട്ട് ഷായട്ടിനെ കൊണ്ട് തന്നെ കേട്ടോ ഞാൻ തള്ളിക്കണത്. കാരണം പറ്റില്ല, അല്ലാണ്ട് ഷായട്ടിൻ്റെ പണി മുടങ്ങും. അങ്ങനത്തെ ഒരു കുഴപ്പമാണ് രണ്ടുപേരും കൂടി ഒരെണ്ണത്തിലേക്ക് നിൽക്കുമ്പോഴേ. ഷായിട്ടെ ഞാൻ കൊള്ളി കയറ്റിയിട്ടുണ്ട്. ഷായിട്ട് നല്ല അതെനിക്കറിയാം, നിനക്ക് പറ്റില്ല എന്നുള്ളത്. അത്ര ലോഡുണ്ട് ഈ കൊള്ളി ഞാൻ വെച്ചിട്ടുള്ളത്. അത്രയ്ക്ക് അങ്ങോട്ട് സീറ്റിങ്ങിലെല്ലാം തോന്നുന്നുണ്ട് ഷായിട്ടാ. അത് വീണ പോലെ കണ്ട ഒരു അല്ലേ, എനിക്കത് തോന്നി. എനിക്കത് എങ്ങനെ നോക്കിയിട്ട് പറ്റണില്ല. ഇപ്പം ശരിയുണ്ടല്ലേ, വീഴില്ലാന്ന് വിചാരിക്കാം. മഴ പെയ്ത കാരണം ആകെ ചെളി ഇത്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അയ്യോ ഞാൻ കോട്ട എടുക്കട്ടെ, കോട്ട എടുത്തില്ല അല്ലേ. നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ ചേട്ടാ. താഴ്ന്ന് നല്ല ബുദ്ധിമുട്ടാട്ടാ. അവിടെ നിന്ന് ഇവിടെ തള്ളാന്ന് പറഞ്ഞ നമ്മുടെ പണിസ്ഥലത്ത് കുട്ടികൾക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടേ ഒരു കൊള്ളി ഇവിടെ ഇറക്കി വെച്ച് കൊടുക്കുക. നിങ്ങൾക്കിവിടെ കൊള്ളി വെച്ചിട്ടുണ്ട് കേട്ടാ. അവർക്ക് രാവിലെ ഒരു ഉപ്പേരിക്കുള്ളതായി പോവല്ലേ. അംബ്രൂസ് 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 വെള്ളം തെറിക്കുന്നില്ല അംബ്രൂസേ. ടൈസനാണല്ലോ. ടൈസ് അവിടെ ഉണ്ടാവും. ഷായിട്ട് ബൂട്ടായി കണ്ടി ഷായിട്ട് നടക്കുമ്പോൾ നല്ല
എന്താ പറയാ അല്ല പിന്നെ വേറെ ഒന്നാവില്ല മേത്ത്. ആ ആകെ അഴുക്ക് ഐഷായിട്ടുണ്ട് മേല് നിറച്ച്. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എവിടെ പോയി അംബ്രൂസ്? നമ്മുടെ ടൈസനെ കണ്ടില്ലല്ലോ ഒന്ന്. അവിടെ ഇരുന്നിട്ട് വിളിച്ചു തുടങ്ങിട്ടാ. സിമ്പുട്ടിൻ്റെ അടുത്തേക്ക് വരാട്ടോ. താഴേക്കൊക്കെ ഇറക്കാട്ടെ നമുക്ക്. ടൈസും കൂട്ടം എവിടെയായിരുന്നു? ടൈസും കൂട്ടിനെ അന്വേഷിച്ചല്ലോ ഞാൻ. ടൈസും കൂട്ടിനെ ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ അംബ്രൂസിനോട് ചോദിച്ചോളൂ ടൈസും കൂട്ടം എവിടെയാന്ന്. നമ്മളെ കൊള്ളി ഇപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വീട്ടുകാർക്കാണ് കേട്ടോ. അപ്പോൾ ഷായിട്ടൻ ഈ വഴിക്ക് ഇങ്ങനെ തന്നെ കൊണ്ടു കൊടുക്കുക. അവിടെ ഇറക്കി വെച്ചു കൊടുക്കുക. അവർ പിന്നെ അവരവിടെ നിന്ന് കൊണ്ടുപോയിക്കോളേ. അംബ്രൂസ് പോകണ്ട ഷായിട്ട പിന്നല്ലേ. ടൈസിനും പോക്കടാ. അവർ പോണില്ല. എന്നാലും ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെ കാരണം ഇവരുടെ അടുത്ത് കുറച്ച് നേരം നമ്മൾ ചിലവഴിച്ചില്ലെങ്കിൽ ഇവർക്ക് അത് ഭയങ്കര വിഷമാണ്. ഫ്ലൈറ്റിന് മോനി അമ്മയുടെ നെയ്മർ കുട്ടീനെ തൊട്ടു, ഫ്ലൈറ്റിന് മോനെ തൊട്ടു. അയ്യോ ഇതാ ബോൾട്ട്. അമ്മയുടെ ബോൾട്ട് മോനും തൊട്ടു. എല്ലാവരും തൊടണം. എല്ലാവരും തൊടണം. നെയ്മർ മോനും ഫ്ലൈറ്റിന് മോനും. പിന്നെ ഷായൻ്റെ അടുത്ത് കുറച്ച് പേരുണ്ട്. പിന്നെ മെസ്സിക്കുട്ടിനെ എല്ലാവരും തൊട്ടു. എടുക്കില്ല കേട്ടോ. എടുത്ത പിന്നെ 7 പേര് എടുക്കണേ. അങ്ങനെ എടുക്കണില്ല. മാമു തരട്ടെ വിശക്കണില്ലേ? മാമു തരട്ടോ. ദാദാ ഷായൻ്റെ അടുത്ത് കിടക്കുന്ന ആള്. അവരുടെ എല്ലും കഷ്ണങ്ങളായിട്ടത്. അതായത് അവർക്ക് ബീഫിൻ്റെ എല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അവര് പ്രത്യേകം നമ്മൾ പരിഗണന കൊടുക്കണം കേട്ടാ. അവരാണ് ഇവരുടെ ടീമിൽ ദാദയായിട്ട് വളരാൻ പോണ ആള്. എല്ലാവരും കിടന്നു. എനിക്ക് കാര്യം മനസ്സിലായി. വിശക്കുന്നുണ്ട് ഷായിട്ടാ. നേരം വൈകിട്ടുണ്ടെന്ന്. ഞാൻ ചോറ് കൊടുക്കല്ലേ ഷായിട്ട് അവർക്ക്? ചോറ് കൊടുത്തോ. മാമ തരാം കേട്ടോ. ഉപ്പ് കൊണ്ടുവരാം കേട്ടോ. കുറച്ചുകൊണ്ട് തരാം. ഇവിടെ ഇരിക്കും. മറഡോണ മോനെ. മറഡോണ മോനെ ശ്രദ്ധിച്ച് തുടരണം നമ്മൾ. അവന് ഒന്നും പറയില്ല. ശരി ഓക്കെ കേട്ടോ. അടുത്തൊരു സൈലൻ്റാണ്. എല്ലാവരും സ്നേഹിച്ച് അതുപോലെ തന്നെ തൊട്ടാൽ മതി. പക്ഷെ തൊടാണ്ട് പോയ സങ്കടം ഉണ്ട് കേട്ടോ അവന്. റൊണാൾഡോ മോനെ. ദാദുക്കുട്ടി എന്താണോ അധികം കിടക്കണേ? മാമു വേണ്ടേ? ടൈസ് മെസ്സി കൂട്ടനെ കൂട്ടും. പിന്നെ ഒരു കാര്യം ബെൽറ്റ് ഇട്ടിട്ട് നമ്മളിവർക്ക് 2 ആൾക്കുള്ള ബെൽറ്റ് കിട്ടിയില്ല. അത് കാരണം കല്യാണിക്കും ബെൽറ്റ് വന്നിട്ടില്ല. ചെറുതായിരുന്നു. പക്ഷെ അവിടെ കടിച്ചെടുത്തൂല. കനം കുറഞ്ഞതായിരുന്നു. പിന്നെ നമ്മുടെ മറഡോണ മോനും ബെൽറ്റ് കിട്ടിയിട്ടില്ല. മേടിക്കണവർക്ക്. പിന്നെയുള്ള ബെൽറ്റൊക്കെ നല്ല സ്ട്രോങ് ആണ്. കടിച്ചാലൊന്നും പൊട്ടണില്ല. അവർ കുറേ നേരം നോക്കണ്ടായിരുന്നു. ഞാൻ ചോറെടുക്കാം ഷായിട്ട് അവർക്ക്. തകർന്നോണം കിടക്കണവർ. വിശപ്പ് മാത്രം ഞങ്ങൾക്ക് പറ്റില്ല അല്ലേ? ദാദാ വായോ അമ്മയുടെ കുട്ടികൾ വായോ. വിശന്നു. റൊണാൾഡോ എന്തിരിക്കണേ? റൊണാൾഡോ ഷായൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റിരിക്കുക. ആൾക്ക് പിന്നെ അങ്ങനെ ഫുഡിനോട് വലിയ ആർത്തി കാണിക്കൊന്നുമില്ല. ഒരു സമാധാനമുള്ള എനിക്കടാ. ഞാൻ വരണോ? വാടാ പൊന്നോ. എന്നിട്ടാ ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനും അതേപോലെ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ട് കേട്ടോ. സഫിയ കായുമിൻ്റെ മകൾ മുഹസിന ഷാമിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ ജൂലൈ 9-ാം തീയതി. അപ്പോൾ 9-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന മുഹസിന ഷാമിന് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. രാജി ഹായ് രാജി ചേച്ചി. അനിത പ്രവീൺ ഹായ് അനിത. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോകാം കേട്ടോ. ആയോട്ടാ. അടിപൊളിയല്ലേ? പക്ഷേ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 2.0 പോകണോട്ടോ. യൂണിക് ഫാമിലി 2.0 നമ്മുടെ ചോദിക്കുന്നുണ്ട് എല്ലാവരും. അതിൽ വീഡിയോ ഇടുന്നില്ലേ? അതിൽ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ആഴ്ചയിൽ 3 വീഡിയോ പാചക വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ളത് അതിലേക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് കൊള്ളി നമ്മുടെ കേര മീൻ കൊണ്ടുള്ള കറിയാണ് കേട്ടോ. കുടപ്പുളിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ചമ്മന്തി. അടിപൊളിയാട്ടോ കഴിക്കാനും. നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ടിട്ടാ.